നമസ്കാരം. ഇറാൻ അമേരിക്ക ചർച്ച ഇനിയില്ല. യുദ്ധം തുടങ്ങി. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം ആളിക്കത്തുന്നു. അമേരിക്കയുമായുള്ള സകല ചർച്ചകളും ഇറാൻ നിർത്തിവെച്ചു. ലബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ നടപടി എന്ന് പറയപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം ആളിക്കത്തുകയാണ്. യുദ്ധം തീർന്നിട്ടാകാം ചർച്ചയെന്നും ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ലോകം ഭീതിയുടെ കുന്തമുനയിലേക്ക് എത്തുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന ലോകം വീണ്ടും കടുത്ത ആശങ്കയിലേക്ക് എത്തുന്നു. പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ വീണ്ടും സംഘർഷഭരിതമാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അമേരിക്കയുമായിട്ടുള്ള എല്ലാ ചർച്ചകളും ഇറാൻ നിർത്തിവെച്ചതായിട്ട് ഇറാനിയൻ സർക്കാരുമായി ബന്ധമുള്ള മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ലബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പുതിയ നടപടി എന്നുള്ളതാണ്. ലബനനിലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ ഇസ്രായേൽ പരസ്യമായിട്ട് ലംഘിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കയുമായിട്ട് മധ്യസ്ഥർ വഴി നടത്തിയിരുന്ന എല്ലാ സന്ദേശ കൈമാറ്റങ്ങൾ അടക്കമുള്ള ചർച്ചകളും പൂർണ്ണമായിട്ട് നിർത്തുകയാണ് എന്ന് റിപ്പോർട്ട് ചെയ്തു. ചർച്ച നിർത്തിയത് സംബന്ധിച്ച് ഇറാൻ ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കിയിട്ടില്ല എങ്കിലും യുഎസിനും ഇസ്രായേലിനും കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാഗ്ചി അവർ തന്നെ നേരിട്ട് രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. വെടിനിർത്തൽ ലംഘനത്തിന്റെ മാരകമായിട്ടുള്ള അനന്തര ഫലങ്ങൾ അമേരിക്കയും ഇസ്രായേലും മാത്രമായിരിക്കും ഉത്തരവാദികൾ എന്ന് അരാഗ്ചി എഫ്സിലൂടെ തുറന്നടിക്കുകയാണ്. മുൻപുണ്ടാക്കിയ ധാരണകൾ പ്രകാരം ഏതെങ്കിലും ഒരു മുന്നണി വ്യവസ്ഥകൾ ലംഘിച്ചാൽ അത് പൂർണ്ണമായ വെടിനിർത്തൽ ലംഘനമായിട്ട് കണക്കാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഗാസയിലും ലബനനിലും ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുകയും ലബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ട് പിന്മാറുകയും ചെയ്യാതെ ഇനി അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കുമില്ല എന്നുള്ള കടുംപിടുത്തത്തിലേക്ക് ഇറാൻ എത്തിച്ചേർന്നിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമാധാന കരാർ ഉടൻ ഉണ്ടാകുമെന്ന ലോകത്തിന്റെ പ്രതീക്ഷകൾക്ക് മേലാണ് ഇപ്പോൾ വീണ്ടും കരിനിഴൽ വീണിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായിട്ട് ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശമായുള്ള ദഹിയ ആക്രമിക്കുവാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അമേരിക്കയുമായിട്ട് കൃത്യമായിട്ട് ഏകോപിപ്പിച്ചിട്ടാണ് ഇസ്രായേൽ ഈ ആക്രമണ പദ്ധതികൾ നടപ്പിലാക്കുന്നത് എന്ന വിനാശകരമായിട്ടുള്ള വിവരമടക്കം പുറത്തു വരികയാണ്. ഇതിനിടെ ഇറാന്റെ റഡാർ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങൾക്ക് നേരെ തിങ്കളാഴ്ച അമേരിക്കൻ സൈന്യം വൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് കടുത്ത ഭാഷയിൽ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇറാൻ കുവൈറ്റ് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് എന്നുള്ളതാണ്. എന്നാൽ ഈ ആക്രമണങ്ങളെ തങ്ങൾ പ്രതിരോധിച്ചതായാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. യുദ്ധം മുറുകിയതോടെ നാവിക നീക്കങ്ങളെയും ഇത് വൻതോതിൽ ബാധിച്ചിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു പ്രമുഖ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായിട്ട് ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇറാഖിലെ ഖസർ തുറമുഖത്തിന് തെക്ക് കിഴക്ക് 40 മൈൽ അകലെ വെച്ചാണ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇറാന്റെ ഈ പുതിയ നീക്കത്തോടെ ആഗോള തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുവാനും വൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുവാനുള്ള സാധ്യതകളാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് മുന്നിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അമേരിക്കയുമായി പൊടുന്നനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല, ഇനി അത്തരത്തിലൊരു സമാധാന ചർച്ചയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇറാൻ. യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം കത്തിക്കുന്ന ഒരു തരത്തിലേക്ക് ഇറാനും അമേരിക്കയും എത്തിച്ചേർന്നിരിക്കുന്നു. സമാധാന ചർച്ചകൾ ഒരിടവും എത്താതെ എങ്ങുമെങ്ങുമാകാതെ അലസിപ്പിരിഞ്ഞിരിക്കുന്നു.